ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് രാത്രികാലം ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ലൈവ് കാണുന്ന എല്ലാവരെയും ഈ സംഗീത രാത്രിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുന്ന തിരുവചനം വായിക്കുന്നു. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും ഓരോ കരുതലും നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വർണ്ണിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആ ദൈവത്തെ എത്ര ചിന്തിച്ചാലും എത്ര വർണ്ണിച്ചാലും നമുക്ക് മതി വരത്തില്ല. ആ ദൈവത്തെ വർണ്ണിക്കുന്നൊരു ഗാനം കിരൺ നമുക്ക് വേണ്ടി ആലപിക്കും. നമുക്ക് ശ്രമിക്കാം.
നിൻ വഴികൾ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നീറുകേണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നീറുകേണമേ. ആരാധന അങ്ങേയ്ക്കാരാധന എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആമേൻ. ഹല്ലേലൂയ. ഇത് സ്തുതിക്കാം. ഈ ലോകത്ത് അനേക സ്നേഹം നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ പലപ്പോഴും പലതിനെ സ്നേഹിച്ചുകൊണ്ട് പലതിനും പിന്നാലെ പോകുന്ന ദിവസങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ രക്ഷകനെ അറിഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നശിച്ചു പോകാതെ ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നത്. ഞാൻ നശിച്ചു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ദൈവത്തിന്റെ സ്നേഹം ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിന് യോഗ്യമായി തീർന്നേനെ. എന്നാൽ ആ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു, തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കുന്ന ലോകത്തെ സ്നേഹിച്ചു. ആ ജീവൻ കൊടുത്ത സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഗാനം പ്രിയ ബ്രദർ ബിബിൻ നമുക്ക് വേണ്ടി ആലോചിക്കും. ഇത്ര നല്ല രക്ഷകനെ അറിഞ്ഞതാലേ, ഇത്ര നല്ല രക്ഷദാനം ലഭിച്ചതാലേ, ഇത്ര നല്ല രക്ഷകനെ അറിഞ്ഞതാലേ, ഇത്ര നല്ല രക്ഷദാനം ലഭിച്ചതാലേ, നിന്നഗാധമായ സ്നേഹമെൻ ആഴമായതെന്നിലെന്നും ആയതാലെന്നുമെൻ ഭാഗ്യമേ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേശുവിൻ സ്നേഹമാഴമേ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേശുവിൻ സ്നേഹമാഴമേ.
എന്തു യോഗ്യത എന്നിൽ കണ്ടതാ, ഇല്ല ഒന്നുമില്ല എന്നിൽ യേശുവേ, നിൻ കരുണയും സ്നേഹവും മാത്രമേ ഇത്രയേറെ എന്നെ സ്നേഹിച്ചിടുവാ. എന്തു യോഗ്യത എന്നിൽ കണ്ടതാ, ഇല്ല ഒന്നുമില്ല എന്നിൽ യേശുവേ, നിൻ കരുണയും സ്നേഹവും മാത്രമേ. എൻ ചാരെ നീ വരുമോ, നിൻ മാർവിൽ ഞാൻ അണയും, നേരമാനന്ദം നിറയും യേശുവേ. എൻ ചാരെ നീ വരുമോ, നിൻ മാർവിൽ ഞാൻ അണയും, നേരമാനന്ദം നിറയും യേശുവേ. അഗാധമേ സ്നേഹം, അഗാധമേ അതേ, അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ അതേ. അഗാധമേ സ്നേഹം, അഗാധമേ അതേ, അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ. നിന്നെ അറിഞ്ഞതല്ലോ അതെന്നുമെൻ ഭാഗ്യമേ, നിന്നിൽ വസിച്ചിടുന്നതോ എൻ ജീവിതത്തിൻ പ്രത്യാശയെ. നിന്നെ അറിഞ്ഞതല്ലോ അതെന്നുമെൻ ഭാഗ്യമേ, നിന്നിൽ വസിച്ചിടുന്നതോ എൻ ജീവിതത്തിൻ പ്രത്യാശയെ. അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ, അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ അതേ. അഗാധമേ സ്നേഹം, അഗാധമേ അതേ, അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ അതേ. അഗാധമേ സ്നേഹം, അഗാധമേ അതേ, അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ അതേ. അഗാധമേ സ്നേഹം, അഗാധമേ അതേ, അത് ആഴമേ യേശുവിൻ സ്നേഹമാഴമേ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങൾ നാം ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ നാം എപ്രകാരമാണ് വന്ന വഴികളെ നമ്മൾ ഓർക്കാൻ കഴിയത്തില്ല. കാരണം അതുപോലെ നമ്മളെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. കുറച്ചു മുമ്പ് പാടി ഗാനത്തിൽ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് വർണ്ണിച്ചത്. എന്നാൽ കർത്താവ് നമ്മൾ സ്നേഹിച്ചത് മുഖേന കർത്താവ് നമ്മളെ ഓരോ വഴികളിൽ നമ്മൾ നടത്തുന്നു. നമ്മൾക്ക് ഒരിക്കലും നിലയ്ക്കാത്ത വഴികളിലൂടെ കർത്താവ് നമ്മൾ നടത്തുന്നത്. ആ വഴികൾ എപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന കഷ്ടങ്ങളും പ്രശ്നങ്ങളും നിരാശകളും എല്ലാം അത് കർത്താവ് നമ്മളെ ദൈവം നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ അതെല്ലാം നമ്മുടെ നമുക്ക് എത്ര നന്ദി പറഞ്ഞ് നമുക്ക് മതി വരത്തില്ല. ആ കർത്താവിനെ നന്ദി അറിയിക്കുന്ന ഒരു ഗാനം നമുക്ക് പ്രിയ സിസ്റ്റർ അനിതയിലൂടെ നമുക്ക് കേൾക്കാം.
Praise the Lord. ഒരു നിമിഷം എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. കഴിഞ്ഞു പോയ എൻ്റെ ജീവിതത്തിലെ ഓരോ പാപങ്ങളും ഭാരങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും, പലപ്പോഴും എനിക്ക് കൂട്ടുകാരില്ലെങ്കിലും എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഭാരങ്ങളെയും എൻ്റെ പാപങ്ങളെയും എല്ലാം മായ്ച്ചു കളയുവാൻ എൻ്റെ യേശുവിന് സാധിക്കും. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ചേർന്ന് പാടാം. ഒരു നിമിഷം എൻ്റെ യേശുവിൻ മുൻപിൽ. ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ഒരു നിമിഷം യേശുവിൻ ഒന്നു മനസ്സു തുറന്ന് കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥാ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും ക്രൂശിൽ നീ ചേർത്തു എന്റെ ഘോര ദുരിതങ്ങളെല്ലാം ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. ആണിയേക്കാൾ കഠോരവേദനയേകി ഞാൻ ഏറെ നാളായി പാപം ചെയ്ത് നിനക്ക് മുൾമുടി മെനഞ്ഞ ഞാൻ ക്രൂശിതാ ക്ഷമിക്കൂ മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ മനസ്സു ഞാനങ്ങി അർപ്പിച്ചിടാം ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം.
പകരണേ എന്നും എൻ ജീവനിൽ ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം കഥനമേറുമൻ കഥ പറയുമ്പോൾ കരുണയോടത് മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും ക്രൂശിൽ നീ ചേർത്തു എന്റെ രോഗദുരിതങ്ങളെല്ലാം ഒരു നിമിഷം എന്നിൽ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം ഒരു നിമിഷം എന്നിൽ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്നതിന് മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. നമ്മുടെ ലംഘനങ്ങളെല്ലാം അവന്റെ മേനിയാൽ അവൻ അകറ്റി. അവൻ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ കർത്താവിന്റെ യാഗം എന്ന് പറയുന്നത് പരമയാഗമാണ്. ആമേൻ. ഇനി നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് ആ കർത്താവിന്റെ യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ആയിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ നാം എപ്പോഴും തള്ളപ്പെട്ടു പോയേനെ. പ്രിയ സിസ്റ്റർ ഡോണ നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കും. നമുക്ക് ശ്രമിക്കാം.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നാം എത്ര ധനം സമ്പാദിച്ചാലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോകുന്നതാണ്. ഒരു മനുഷ്യൻ ഒത്തിരി ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരു രോഗം വന്നാലും അതിൻ്റെ ജീവിതം ഈ ലോകത്ത് ക്ഷണികമായി തീരും. വചനം ഇപ്രകാരം പറയുന്നു, നമ്മുടെ ജീവിതം വെള്ളത്തിൽ ഒരു കുമിള പോലെയാണ്. അതുകൊണ്ട് നാം ഈ ലോകത്ത് സമ്പാദിക്കുന്നതെല്ലാം നശിച്ചു പോകും. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനിക്കിലൊരറുതി, എന്നാൽ ക്രിസ്തുവിൽ സമാധാന നിത്യമാം സുഖധനമരുളും എന്തിനാകുലം കലരുന്നൻ മനമേ. ആമേൻ. ഈ അർത്ഥം വരുന്നൊരു ഗാനം പ്രിയ ബ്രദർ കിരൺ നമുക്ക് വേണ്ടി ആലപിക്കും. യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരുന്നെൻ മനമേ നിൻ സഹായകൻ അവൻ ശക്തനാകയ നിനക്ക് നിർഭയമേ ലോകപ്പോരീതി അനുദീനം ജയമേ ലോകപ്പോരീതി അനുദീനം ജയമേ. നിന്റെ നിക്ഷേപമവനെന്നു കരുതാ എങ്കിൽ സക്ഷേമമവനീ അമരാ നിന്റെ നിക്ഷേപമവനെന്നു കരുതാ എങ്കിൽ സക്ഷേമമവനീ
ലോകധനം സൗഖ്യമാർഗമായി കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലൊരറുതി. എന്നാൽ ക്രിസ്തുവിൻ സമാധാന നിത്യമാം ശുഭദാന മരുളും. എന്തിനാകുലം കലരുന്നെൻ മനമേ, എന്തിനാകുലം കലരുന്നെൻ മനമേ. യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്നെൻ മനമേ, എന്തിനാകുലം കലരുന്നെൻ മനമേ, എന്തിനാകുലം കലരുന്നെൻ മനമേ. ആമേൻ. കാൽവറിയിൽ നമുക്ക് അവൻ തന്റെ ശരീരത്തെ ചീന്തി നമുക്ക് വേണ്ടി രക്തം ഒഴുക്കി. സാധുവായി എനിക്ക് ആ രക്ഷ ദാനമായി എനിക്ക് ലഭിച്ചു. അവൻ നമ്മെ വീണ്ടെടുത്തത് തന്റെ ചങ്കിലെ ചോര കൊണ്ടാണ്. അപ്രകാരം നാം വീണ്ടെടുത്ത ദൈവമക്കൾ ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ ആ ദാനമായ ആ സ്നേഹത്തെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൃദയം നിറയും. ഒരുപക്ഷെ നാം ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നാമും അതുപോലെ ആ കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്ന ഓരോ രംഗങ്ങൾ നാം കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം നിറഞ്ഞേനെ. ആ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഗാനത്തെ നമുക്ക് ശ്രവിക്കാം. പ്രിയ സിസ്റ്റർ ഡോണ അടുത്ത ഗാനം ആലപിക്കും.
നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒരു നിമിഷം നമ്മളെ തള്ളിപ്പറഞ്ഞ ഓരോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മളെ തള്ളിപ്പറയാത്ത, നമ്മെ അകറ്റി നിർത്താത്ത ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. പാട്ടാൻ ഇപ്രകാരം പറയുന്നു, അവൻ അകലത്തില്ല, അവൻ നമ്മെ മറക്കത്തില്ല, അവൻ നമുക്ക് വേണ്ടി തുണയേകുന്ന ദൈവമാണ്. ആമേൻ. ആ ഷാരോണിലെ ആ റോസാപ്പൂവായ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഗാനത്തെ നമുക്ക് ശ്രമിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ரோஜாவே சியோனின் ராஜாவே ஷாரோனின் ரோஜாவே சியோனின் ராஜாவே യേശുവേ യേശുവേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ ഷാരോനിൻ രോജാവേ സിയോനിൻ രാജാവേ ഷാരോനിൻ രോജാവേ സിയോനിൻ രാജാവേ യേശുവേ യേശുവേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ മറക്കില്ല നീ, മറക്കില്ല നീ, തുണയേകിടും അനുദിനം നീ, അകലില്ല നീ, മറക്കില്ല നീ, തുണയേകിടും അനുദിനം നീ, എന്നുള്ളം പാടുന്നേ നിന്നുള്ളം വാഴ്ത്തുന്നേ, എന്നുള്ളം പാടുന്നേ, എന്നുള്ളം വാഴ്ത്തുന്നേ, യേശുവേ യേശുവേ
സ്നേഹമേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ആനന്ദമേ ശാരോനിൻ റോജാവേ സിയോനിൻ രാജാവേ ശാരോനിൻ റോജാവേ സിയോനിൻ രാജാവേ യേശുവേ യേശുവേ നാഥനേ നാഥനേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ആനന്ദമേ ശാരോനിൻ റോജാവേ സിയോനിൻ രാജാവേ ശാരോനിൻ റോജാവേ സിയോനിൻ രാജാവേ യേശുവേ യേശുവേ നാഥനേ നാഥനേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ജീവന്റെ നാഥനേ വറ്റാത്ത സ്നേഹമേ ആനന്ദമേ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇത്ര നേരം നല്ല ഗാനങ്ങൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒന്നിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ നമ്മത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ഈ പാട്ട് അറിയാമെങ്കിൽ നിങ്ങൾ അയക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് ചേർന്ന് കർത്താവിന്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം. ഭയമോ ഇനിയിൽ സ്ഥാനമില്ല. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ ഭാവി എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലായിരുന്നതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. കാരണം എൻ്റെ യേശുവാണ് എന്നെ നടത്തുന്നത്, എൻ്റെ യേശുവാണ് എന്നെ ജീവിപ്പിക്കുന്നത്, എൻ്റെ യേശുവാണ് എൻ്റെ ഭാവിയിൽ എന്നെ കരുതുന്നത്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ഒരു ഭയവും വേണ്ട, ഒരു നിരാശയും വേണ്ട, ഒരു ദുഃഖവും വേണ്ട. നാളെ എന്നതെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ചേർന്ന് ആ ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ പാടി ആരാധിച്ച് നമുക്ക് ഈ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മുടെ സിയോൻ ബീറ്റ്സ് ഇന്റർനാഷണൽ അപ്പോസ്റ്റൽ മിനിസ്ട്രീസിൻ്റെ സംഗീത വിഭാഗമായ അയാമിൻ്റെ സംഗീത വിഭാഗമായ നമ്മുടെ സിയോൻ ബീറ്റ്സ് ആണ് ഇത്ര സമയം വരെ നമുക്ക് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് ഗാനങ്ങൾ നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും പാടണമെങ്കിൽ ഞങ്ങൾ എല്ലാം റെഡിയാണ്. നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ കടന്നു വരും. ഇനി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ഞങ്ങളുടെ ആരുടെയും കഴിവുകളൊന്നുമല്ല, എല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഒന്ന് മാത്രമാണ്. ഇവിടെ ഗാനങ്ങൾ ആലപിച്ചത് പ്രിയ സിസ്റ്റർ അനിത, സിസ്റ്റർ ഡോണ, ബ്രദർ കിരൺ, ബ്രദർ ബെവിൻ, അതുപോലെ നമ്മുടെ റിതംപാഡിസ്റ്റ് ഇമ്മാനുവൽ, ഗിറ്റാറിസ്റ്റ് ഫെബിൻ, കീബോർഡിസ്റ്റ് ഫെലിക്സ്. ഇവർ മനോഹരമായി നമുക്ക് വേണ്ടി ഗാനങ്ങൾ പാടുകയും നമുക്ക് വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയും ചെയ്തു. ഇവരെല്ലാവരും കർത്താവിന്റെ നാമത്തെ മാത്രം ഉയർത്താൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. അതുപോലെ എന്നെ പരിചയപ്പെടുത്തുന്ന എൻ്റെ പേര് ആദർശ് എന്നാണ്. ഞങ്ങളുടെ സ്വദേശം ഞങ്ങളെല്ലാവരും കോട്ടയംകാരാണ്. നിങ്ങളെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇനിയും നമുക്ക് ഇതുപോലുള്ള വേദികൾ നമുക്ക് പങ്കിടാൻ കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ഇത്ര സന്ധ്യാസമയം വരെ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ച എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തു നാമത്തിന്റെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെയും അയാം മിനിസ്ട്രിയുടെയും സിയോൺ ബീറ്റ്സിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. നമുക്ക് ചേർന്ന് ഈ ഗാനം പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ഈ ലൈവ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. മരണഭയമെല്ലാം മാറട്ടെ, ശത്രുവിന്റെ ഭീതിയെല്ലാം നീങ്ങട്ടെ. കാരണം മരണത്തെ ജയിച്ചവൻ, ശത്രുവിനെ തകർത്തവൻ, അവൻ സകലത്തിന് ഉന്നതമായ ദൈവമാണ്. ആ കർത്താവിനെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ. തോൽകളെല്ലാം മാറട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങളെല്ലാം നീങ്ങട്ടെ. കാരണം ജയാളിയായവൻ അവൻ രോഗിക്ക് വൈദ്യനാണ്. ആ സർവശക്തനായ യേശുവിനെ പാടിസിരിക്കാമെങ്കിൽ എല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സങ്കേതം,
പരിപാലകൻ ഹല്ലേലൂയ. ഇത്ര നേരം ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രധാനമായും ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയിലെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ എല്ലാ വ്യൂവേഴ്സിനും, ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എത്ര നേരം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്നു, മധുരമായ ഗാനങ്ങൾ ഞങ്ങളോട് ശ്രവിച്ചുകൊണ്ടിരുന്നു, അവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രിയ ദേവദാസൻ പാസ്റ്റർ സിജു കുന്നേൽ അവരോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസൻ മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു വേദി ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങൾ വളരെ നന്ദിയോടെ, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ വേദി വളരെ മികച്ച രീതിയിൽ തന്നെ ഉപയോഗിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെറിയ കുറവുകളും പാളിച്ചകളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ വളരെ നന്നായി, നല്ല ഓഡിയൻസ് ആയിരുന്നു. എല്ലാവരും ഞങ്ങളെ നന്നായി ശ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഇനി ഞങ്ങൾ കടന്നു വരും. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.